പത്മശ്രീ EP നാരായണ പെരുവണ്ണാൻ സപ്തതിയുടെ നിറവിൽ. സപ്തതി ആഘോഷത്തിന്റെ സമാരംഭമായ കൊടിയില തൃച്ചംബരം തുളസി ഹാളിൽ കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി ഡോക്ടർ AV അജയകുമാർ നിർവഹിച്ചു. നിരവധി പ്രമുഖർ പങ്കെടുത്തു. 70 വയസ്സ് എല്ലാവർക്കും ആവാറുണ്ട്. അതിന് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. അത് നിയതിയുടെ ഒരു തീരുമാനമാണ്. അത് സർഗാത്മകമാണെങ്കിലും സർഗാത്മകമല്ലാത്ത ഒരൊറ്റ ജീവിതം പോലും ഈ ഭൂമുഖത്തില്ല എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സർഗാത്മകതയുടെ ബഹുമുഖമായിട്ടുള്ള തലം നാരായണ പെരുവണ്ണാന്റെ തെയ്യമാണെങ്കിൽ കുഞ്ഞിരാമ പെരുമാളേക്ക് തെയ്യമായിരുന്നു. ബാലകൃഷ്ണൻ കുയ്യാലിന് അത് ആകാശവാണിയിലെ അധരം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. പാട്ടുപാടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നൃത്തം ചെയ്യുന്നവരുണ്ട്, ഷിബുവിൻ്റെ മാതിരി ശില്പികളുണ്ട്. ഇന്നലെ അബദ്ധവശാൽ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഇനി ഭാവിയിൽ ഈ തെയ്യത്തെ എവിടെയാണ് കൊണ്ട് കെട്ടുക എന്നുള്ള വലിയ ആശങ്കയിലാണ് ഒരു തെയ്യം നടത്തുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ, ഘടകക്കാരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ആശങ്ക അതിലാണ്. തെയ്യം ഇനി എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. ചരിത്രത്തിലാദ്യമായി തെയ്യത്തിന് രാഷ്ട്രം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച EP നാരായണ പെരുവണ്ണാന്റെ സപ്തതി ആഘോഷമാണ് കൊടിയില. തൃച്ചംബരം തുളസി ഹാളിൽ ഡോക്ടർ KV മുരളി മോഹനനാണ് അധ്യക്ഷത വഹിച്ചത്. ബാലകൃഷ്ണൻ കൊയ്യാൽ തെയ്യം, അനുഷ്ഠാനം, സമൂഹം, സംസ്കാരം എന്ന വിഷയം അവതരിപ്പിച്ചു. PT ഗോകുലചന്ദ്രൻ, പ്രഭാകരൻ കോവൂർ, AV കുഞ്ഞിരാമ പെരുമലയൻ, ബാലൻ പെരുമലയൻ, രമേശൻ, ഗോപിനാഥ്, ആയിരം തെങ്ങ്, KV ജയനാരായണൻ, റീജ മുകുന്ദൻ, രേഷ്മ അനിൽ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ സംസാരിച്ചു. പ്രമുഖ തെയ്യം മിനിയേച്ചർ ശില്പി ഷൈജു മൈക്കിൽ നിർമ്മിച്ച ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ ശില്പം ഡോക്ടർ AV അജയകുമാർ അനാച്ഛാദനം ചെയ്ത് നാരായണ പെരുവണ്ണാന് സപ്തതി ഉപഹാരമായി സമർപ്പിച്ചു. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി തന്റെ തെയ്യയാത്രയിൽ സഹായികളായി കൂടെയുണ്ടായിരുന്ന കനലാടിമാരെയും ITI റാങ്ക് ജേതാവ് പ്രണയ് പ്രേമനെയും ആദരിച്ചു. ഫോക്ലോറിസ്റ്റ് ഗിരീഷ് പൂക്കോത്ത് സ്വാഗതവും അത്തിലാട്ട് പ്രേമരാജൻ നന്ദിയും അറിയിച്ചു.